സ്ഥിരമായി ഇവിടെ വരും. അപ്പം ഞാൻ അവർക്ക് പരൽ മീൻ ശേഖരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തുണ്ടാവും ഫിഷ്, ഇതിനകത്തുണ്ടെങ്കിൽ അവർ പിടിച്ചോളും. ഈ കൊക്ക എവിടുന്ന ഇത് വരുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു? അത് മലപ്പുറത്ത് ഈ ആൽമരണ്ട്, അവിടെ താമസിക്കുന്നവരാണ് ഇവർ. ദിവസം രാവിലെ ആ പുഴയിലൂടെ നേരെ ഇങ്ങനെ വന്ന് ഇവിടെ 6 മണിയായാൽ എല്ലാവരും ഇവിടെ ഉണ്ടാവും. അത് എല്ലാ ദിവസവും 1 മിനിറ്റ് പോലും വൈകില്ല. ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവരിവിടെ വന്ന് വെയിറ്റ് ചെയ്യും. അവർക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ തന്നെ വൈകുന്നേരം വരെ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 6 മണി വൈകുന്നേരം അസ്തമനം, അതാണ് അവരുടെ സമയം. അതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഇവിടെ നിന്ന് അതേ പുഴയിലൂടെ തിരിച്ചു പോകും. അപ്പോൾ ടെൻഷൻ്റെ ഇടയിൽ വന്ന് കുറച്ച് സമയം അവരോട് ചെലവഴിച്ച് ഇറക്കിയാൽ പോകും. ഇതാണ് പതിവ്. ഇതിപ്പോ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഈ കൊച്ചികളുടെ കാര്യം എങ്ങനെ ആരാ നോക്കുന്നത്, പരിപാലനത്തെ? ഇവിടെ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്ന ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവർ നോക്കും. പിന്നെ വൈഫ് ഇറങ്ങി വന്ന് നോക്കും. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ബേഡ്സിനുള്ളതാണ്. വെള്ളം തെന നട്ടു വളർത്തുന്നുണ്ട്. ഓഹോ, അവിടെ ജൈവ കൃഷിയുടെ കാര്യത്തിലും ശ്രീ ടി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ചില മാതൃകകൾ കാട്ടിത്തരാനുണ്ട്. സ്വന്തം വീട്ടിലേക്ക് 1 രൂപയുടെ പച്ചക്കറി പോലും വാങ്ങാത്തതും ഈ കൃഷിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇതൊക്കെ കൃഷികളാണ്. ഞാൻ തന്നെ വെച്ചുണ്ടാക്കുന്ന വിവിധ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ. വിവിധ തരം മാവുകളാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട്, പ്ലാവിനെ ഫാഷൻ ഫ്രൂട്ട് കൈയടക്കുക. വലിയ ചാമ്പൊക്കെ നമ്മളിത് നിറയെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അയൽവാസികളും അതുപോലെ എല്ലാവർക്കും കൊടുത്തിട്ട് എന്നാലും ബാക്കി കാണും. ഇങ്ങനെ വന്ന് ഓരോതരം ഫ്രൂട്ട്സാണ്. ഇത് ഉറുമ്പാമ്പഴം. ഇത് വേറൊരു പേരക്കയാണ്. ഈ പേരക്ക വലിയ പേരക്ക, ഇതെല്ലായ്പ്പോഴും ഉണ്ടാവും. വലിയ തരം പേരക്ക. ഗുണ്ടൽപേട്ടിലെയൊക്കെ പച്ചക്കറി പാടങ്ങളിൽ പോകുന്നത് പോലെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. എങ്ങനെയാണ് ഒരുപാട് പല തരത്തിലുള്ള പച്ചക്കറികൾ കാണുന്നുണ്ട്. എവിടുന്ന ഇതൊക്കെ കൃഷി ചെയ്യുന്നത്? നമ്മൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ടാക്കാം. അത്ര അധികം സ്ഥലമൊന്നും വേണ്ട. ഇതൊക്കെ പലതരം മുളകുകളാണ്. അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്നത് കടലയാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതൊക്കെ പലതരത്തിലുള്ള ധാന്യങ്ങളാണ്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വെണ്ട, അതേപോലെ തന്നെ തക്കാളി, ചിരങ്ങ, അതുപോലെ തന്നെ പടവലങ്ങ, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട്. മുള്ളഞ്ഞക്ക ഇപ്പോൾ ഇതാ കണ്ടോ? സാധാരണ നമ്മൾ കാണുന്നത് ചെറുതാണ്. ഇത് വലിയതാ. കണ്ടില്ലേ? ഇത് നമ്മൾ സൗകര്യം നാച്ചുറലായിട്ട് നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുക. അവർ ഈ മുട്ടക്ക് കുറച്ച് ദിവസമുണ്ട്. എത്ര പ്രൊട്ടക്ഷൻ കൊടുക്കണം നമ്മൾ അറിയാം. മഴവെള്ള സംഭരണിയുടെ കാര്യത്തിലും ജല ഉപയോഗത്തിന്റെ കാര്യത്തിലും ഇവിടെ ചില വേറിട്ട മാതൃകകൾ കാണാം. ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണ ശേഷിയുള്ള കുളത്തിൽ മത്സ്യകൃഷിയുമുണ്ട്. ഇതാണ് നമ്മളെ മഴവെള്ള ശേഖരണം. ഇതിന് കുളം എന്ന് പറഞ്ഞുകൂടാ. സിമെന്റ് ഇട്ട് വലിയൊരു മഴവെള്ള ശേഖരണി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഇതിൽ മീനുണ്ട്, മനസ്സിലായില്ലേ?